നമസ്കാരം. ന്യൂസിലേക്ക് സ്വാഗതം. കുളത്തൂപ്പുഴ ടൗണിലെ ഗതാഗത പരിഷ്കരണം നിത്യവൃത്തിക്കായി കഷ്ടപ്പെടുന്ന തങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന തരത്തിലാണെന്നും ഇത് അംഗീകരിക്കാൻ കഴിയുന്നതല്ലെന്നും ആവശ്യപ്പെട്ട് കുളത്തൂപ്പുഴ ടൗണിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ പ്രതിഷേധവുമായി കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നേരിട്ടെത്തി. നിലവിലുള്ള 5 ഓട്ടോറിക്ഷ സ്റ്റാൻഡുകൾ നിലനിർത്തി തങ്ങളുടെ അഭിപ്രായം കൂടി ആരാഞ്ഞ ശേഷം മാത്രമേ ട്രാഫിക് നിയന്ത്രണം ഏർപ്പെടുത്താവൂ എന്ന് ആവശ്യപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് ഇവർ നിവേദനം നൽകി. പ്രിയമുള്ളവരെ, കഴിഞ്ഞ മാസം 24-ാം തീയതി കുളത്തൂപ്പുഴയിൽ ചേർന്ന കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിലും വ്യാപാരി വ്യവസായി ഓട്ടോ റിക്ഷ ഡ്രൈവേഴ്സ് മറ്റ് പൊതുജനങ്ങളെല്ലാവരെയും കൂട്ടിച്ചേർന്ന ട്രാഫിക് റെഗുലേഷൻ കമ്മിറ്റിയിൽ കുളത്തൂപ്പുഴയിലെ ഗതാഗത നിയന്ത്രണവുമായി അന്ന് ആ കമ്മിറ്റിയിലെടുത്ത ചില തീരുമാനങ്ങളിൽ ഓട്ടോ സ്റ്റാൻഡിൽ വരുത്തുന്ന മാറ്റങ്ങൾ അത് കുളത്തൂപ്പുഴയിലെ ഓട്ടോ ഡ്രൈവേഴ്സിന് നല്ലപോലെ സർവീസ് നടത്തി അവരുടെ കുടുംബം പോറ്റുന്നതിനുള്ള വലിയ ബുദ്ധിമുട്ട് ഈ സാഹചര്യത്തിലുണ്ടായതുകൊണ്ട് ആ കമ്മിറ്റി തീരുമാനപ്രകാരം അന്നെടുത്ത തീരുമാനങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ മറ്റ് പരാതികളുണ്ടെങ്കിൽ രേഖാമൂലം എഴുതി തയ്യാറാക്കണമെന്ന് അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കുളത്തൂപ്പുഴയിലെ ടൗണിൽ 5 ഓട്ടോ സ്റ്റാൻഡുകളാണുള്ളത്. ഈ 5 ഓട്ടോ സ്റ്റാൻഡിലെ ഡ്രൈവേഴ്സ് അതിൻ്റെ ഓണേഴ്സും ചേർന്ന് ഒരു നിവേദനം പഞ്ചായത്ത് സെക്രട്ടറിക്കും പഞ്ചായത്ത് പ്രസിഡന്റും കൈമാറാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ സുഗമമായ രീതി ഈ കുളത്തൂപ്പുഴ പഞ്ചായത്തിലെ ട്രാഫിക് ഗതാഗത കുരുക്കുകൾ ഒഴിവാക്കിക്കൊണ്ട് ശക്തമായ നിലയിൽ നല്ല ഒരു ടൗണിനെ, ശുചിത്വമായ ഒരു ടൗണിനെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി ഓട്ടോ ഡ്രൈവേഴ്സും അതോടൊപ്പം തന്നെ പൊതുജനങ്ങളെ എല്ലാം തയ്യാറായി നിൽക്കുന്ന സാഹചര്യത്തിൽ ഗതാഗത കുരുക്ക് നിയന്ത്രിക്കണമെന്നത് പ്രധാനപ്പെട്ട ആവശ്യമാണ്. പക്ഷേ അത് ഓട്ടോ ഡ്രൈവേഴ്സിനെ മാത്രം ഒഴിവാക്കിക്കൊണ്ട് അത്തരം ഗതാഗത കുരുക്ക് ഒരിക്കലും പരിഹരിക്കാൻ കഴിയില്ല എന്നുള്ള വസ്തുത മുന്നിൽ നിർത്തിക്കൊണ്ട് നമ്മൾ ഇതിനകത്ത് ഒരു ഒട്ടനവധി നിർദ്ദേശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വെച്ചിട്ടുണ്ട്. ഈ നിർദ്ദേശങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെ ബന്ധപ്പെട്ട അധികാരികൾ ഒരിക്കലും ഓട്ടോ ഡ്രൈവേഴ്സിനെതിരായ ഒരു തീരുമാനം എടുക്കില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഞങ്ങൾ ഈ നിവേദനം കൈമാറാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റു പരാതികളുണ്ടെങ്കിൽ അത് കൃത്യമായി മറ്റൊരു നിർദ്ദേശമായി എഴുതി നിങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ അതിനു വേണ്ടി വന്നിരിക്കുന്നത്. അതങ്ങനെ തന്നതിനെന്താണ് പുതിയ നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങൾ അനുസരിച്ച് വീണ്ടും യോഗം കൊടുക്കും. ഇത് ഈ മാസം വന്നോ അടുത്ത മാസം നടപ്പിലാക്കുമെന്നോ നടപ്പിലാക്കില്ല ഒന്നുമില്ല. ഇതിന്റെ ഒരൊറ്റ ഈ മീറ്റിംഗ് തന്നെ വിളിക്കാനുള്ളൊരു കാരണം ഒന്ന്, ഓരോ കച്ചവടക്കാരും ഹൈക്കോടതിയെ സമീപിക്കും. ഒരാൾ ഹൈക്കോടതിയിൽ പോയി അയാൾക്ക് സ്റ്റേ ചെയ്യും. രണ്ടാമത്തെ ആൾ കേസ് കൊടുത്തിരിക്കുന്നു. പഞ്ചായത്തോട് ഹൈക്കോടതി വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുക. സെക്രട്ടറി എന്ത് മറുപടി പറയാമെന്നുള്ളത് വണ്ടി താവളമില്ല. അപ്പോൾ ഇങ്ങനെ ഓരോ കച്ചവടക്കാർ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന സംഭവങ്ങൾ അറിയാമല്ലോ. ഹൈക്കോടതിയിലോട്ട് ഈ കേസ് ചെന്ന് കഴിഞ്ഞാൽ അപ്പോഴേ അവർ ഉത്തരവ് കൊടുക്കുക. അപ്പോൾ അത് ഈ 10-500 കുടുംബങ്ങൾ താമസിക്കുന്ന അവർ ജീവിച്ചല്ലേ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇത് പരസ്പരം ആ ഒരു ഇതിലേക്ക് പോകാതെ ഒരു ധാരണയിലേക്ക് വന്നാൽ അത് എങ്ങനെ ചെയ്യണം എന്നുവെച്ചാൽ ഓട്ടോക്കാർക്ക് ജീവിക്കണം, കച്ചവടക്കാർക്ക്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ 10 വണ്ടി മാത്രമേ ഇവിടെ ഓടാവുന്നു. ആദ്യമേ ഞാൻ ഈ അന്നത്തെ മീറ്റിംഗിൽ സാർ പങ്കെടുത്തുകൊണ്ടാണ് നടന്ന കാര്യം പറഞ്ഞത്. ഇത് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാകാനിടയായിട്ടുള്ള കാര്യം പറഞ്ഞല്ലോ. പല വ്യാപാരികളും ഹൈക്കോടതിയെ സമീപിക്കുകയും അവർക്ക് അനുകൂലമായി വിധി സമ്പാദിക്കുകയും ചെയ്തു. ഇതില് പഞ്ചായത്ത് ഒരു കക്ഷിയാണ്. പഞ്ചായത്തിനെ കക്ഷി ചേർത്താണ് പലപ്പോഴും ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യാറുള്ളത്. അവിടെ ചെന്ന് പഞ്ചായത്ത് ഒരു നിലപാട് പറയണമല്ലോ. കാരണം വണ്ടിത്താവളം ഒരുക്കുക എന്ന് പറയുന്നത് നടപടിക്രമങ്ങൾ, അതായത് പഞ്ചായത്തിന്റെ അനിവാര്യ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടുള്ളതാണ്. എന്നാൽ നമുക്ക് അങ്ങനെ വണ്ടിത്താവളം നമ്മുടെ പഞ്ചായത്ത് ഒരുക്കിയിട്ടില്ല. അതിന്റെ കാരണം അതിന് കൃത്യമായ മാനദണ്ഡങ്ങൾ പറയുന്നുണ്ട്. റോഡിൽ നിന്ന് വിട്ട് മറ്റേതെങ്കിലും ഭൂമി നമുക്ക് സൗകര്യപ്രദമായി എടുത്തു വേണം വണ്ടിത്താവളങ്ങൾ ഉണ്ടാക്കാൻ. അതിനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് നിയമപരമായിട്ടുള്ള വണ്ടിത്താവളങ്ങൾ ഒരുക്കുന്നതിന് പറ്റത്തില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ നമ്മളിപ്പോൾ നിലവിൽ അനുവർത്തിച്ചു വരുന്ന ഒരു രീതി നമ്മൾ മാത്രമല്ല ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഇങ്ങനെ തന്നെയാണ് എന്നുള്ളത് കൊണ്ട് വണ്ടിത്താവളത്തിന്റെ കാര്യത്തിൽ ഹൈക്കോടതി ചോദിച്ചാൽ നമുക്കൊരു മറുപടി പറയാൻ പറ്റാത്തൊരവസ്ഥ നമുക്കുണ്ട്. ഇങ്ങനെ ഒരു ചർച്ച പഞ്ചായത്ത് കമ്മിറ്റി വന്നപ്പോൾ ഞങ്ങൾ കൂട്ടായിട്ട് എടുത്ത തീരുമാനം, ഇങ്ങനെ ഓരോരുത്തർ പോയി ഓരോ സ്റ്റേ സമ്പാദിക്കുമ്പോൾ വേണമെങ്കിൽ നാളെ എല്ലാവർക്കും അങ്ങനെ വന്നാൽ ഈ ഓട്ടോക്കാരെന്ത് ചെയ്യും? അതിനൊരു വ്യവസ്ഥാപിതമായ ഒരു തീരുമാനം വേണം. അപ്പോ വ്യാപാരികൾ ജീവിക്കാൻ വേണ്ടി കച്ചവടം നടത്തുന്നവരെ ഒരുപാട് പണം ചെലവഴിച്ചാണ് അവരും ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളും ഓരോ ഓട്ടോറിക്ഷയായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അന്നന്ന് കിട്ടുന്നത് കൊണ്ട് കുടുംബം പുലർത്താൻ വേണ്ടിയാണ്. അന്നേരം ഇതെല്ലാം യോജിച്ചു പോകണം. അതിനൊരു തീരുമാനം എടുക്കാൻ പഞ്ചായത്തിന്റെ മുൻകൈയിൽ ഒരു യോഗം വിളിക്കാൻ തീരുമാനിച്ചു. ആ യോഗത്തിനെ സംബന്ധിച്ചുകൊണ്ട് ആലോചിച്ചിരിക്കുന്ന സന്ദർഭത്തിലാണ്
ബഹുമാനപ്പെട്ട നമ്മുടെ കുളത്തൂപ്പുഴ CI ഇടപെട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ പറയുന്നത് പോലെ ഇവിടെ ഒരു യോഗം ചേർന്നല്ലേ ഇതിനു മുമ്പ്. അങ്ങനെ ഒരു യോഗം അന്ന് അവിടെ ചേർന്നത്. അന്ന് അവിടെ ചേർന്നപ്പോൾ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഉണ്ടായിരുന്നു. ഓട്ടോക്കാരുണ്ടായിരുന്നു, വ്യാപാരികളുണ്ടായിരുന്നു, ജനപ്രതിനിധികളുണ്ടായിരുന്നു, പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. അങ്ങനെ ഇതിനെല്ലാവരും കൂടി വന്നിട്ട് അവിടെ ചില ചർച്ചകൾ നടന്നു. ചർച്ചകളുടെ ഭാഗമായി വന്ന നിർദ്ദേശങ്ങളാണ് ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ പ്രിന്റ് ചെയ്ത് തന്നിരിക്കുന്നത്. എന്തിനാ? അന്നത്തെ യോഗം എടുത്ത തീരുമാനം ഇതൊന്നും തീരുമാനങ്ങളല്ല. ഇവിടെ കുറച്ച് നിർദ്ദേശങ്ങൾ ഉയർന്നു വന്നു. ആ നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾക്കായിട്ട്, അതായത് വ്യാപാരികൾക്ക് വേണമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം, ഓട്ടോക്കാർക്ക് പറയാം, മറ്റാർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. അങ്ങനെ അഭിപ്രായങ്ങളെല്ലാം കേട്ടിട്ട് എല്ലാവർക്കും കൂടെ യോജിച്ചൊരു തീരുമാനത്തിലേക്ക് നമുക്ക് പോകാം. അല്ലാതെ നമ്മൾ ഏകകണ്ഠമായിട്ട് അല്ലെങ്കിൽ ഏകപക്ഷീയമായ ഒരു തീരുമാനം എടുത്ത് ഏതെങ്കിലും ഒരു ഭാഗത്തെ സഹായിക്കാനോ ഉപദ്രവിക്കാനോ നമുക്കൊരു നിലപാടെടുക്കാൻ പഞ്ചായത്തിന് കഴിയില്ല. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അനിൽകുമാർ, സാബു അബ്രഹാം, ചന്ദ്രകുമാർ, ബ്ലോക്ക് മെമ്പർ EK സുധീർ എന്നിവർ ഓട്ടോറിക്ഷക്കാരുടെ ആവലാതി കൂടി പരിഗണിച്ച ശേഷമേ ഇതിനൊരു തീരുമാനമെടുക്കൂ എന്ന ഉറപ്പ് നൽകി പ്രതിഷേധം അവസാനിപ്പിക്കുകയായിരുന്നു. എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും തൃപ്തികരമായി ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. ഇപ്പോൾ ഓട്ടോക്കാർ പറയുന്ന എല്ലാ തീരുമാനങ്ങളും നമ്മൾ നിർദ്ദേശിച്ചുകൊണ്ട് അങ്ങോട്ട് ചെന്നാൽ മറ്റവർ ചിലപ്പോൾ അംഗീകരിക്കത്തില്ല. മറ്റവർ പറയുന്ന ന്യായങ്ങൾ അംഗീകരിച്ചുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് വന്നാൽ നിങ്ങൾ അംഗീകരിക്കത്തില്ല. അന്നേരം എല്ലാവരെയും യോജിപ്പിക്കുന്ന ചില പൊതു നിർദ്ദേശങ്ങൾ നമുക്ക് കൂട്ടായിട്ട് എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാം. ന്യൂസിന് വേണ്ടി റിപ്പോർട്ടർ ശരത്ത് കുളത്തൂപ്പുഴ.